നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റ് ആയി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ആൻസർ 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? 500 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ചിത്രം ഏതാണ്? ചെങ്കോട്ടയാണ്. 2024 ഒളിമ്പിക്സ് വേദി 2024 ഒളിമ്പിക്സ് വേദി പാരീസാണ്. അടുത്ത ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏത്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? ആൻസർ മൃതസഞ്ജീവനിയാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്നാണ്. അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 21. അടുത്ത ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് സംസ്ഥാന ലോകായുക്ത. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആര്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഇംഗ്ലണ്ട്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ പ്രധാനമന്ത്രി ആവാസ് യോജന. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം അറിയപ്പെടുന്നത് സിവാലിക് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം നാഗ്പൂർ ആണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഇതിൻ്റെ ആൻസർ കാവേരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്, അത് തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലഭൂഷ്ടി കുറവാണ്. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് മുംബൈയിലാണ് സ്ഥാപിതമായത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ആൻസർ ഇന്ദിരാഗാന്ധി കനാലാണ്. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്?
42ാം ഭേദഗതിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2005 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3 മൗലികാവകാശങ്ങൾ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗൈഡിലിയോ. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? BR അംബേദ്കർ ആണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ആൻസർ റൗലറ്റ് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഇതിൻ്റെ ആൻസർ ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഇതിൻ്റെ ആൻസർ ഉദ്ധം സിംഗ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? OM നമ്പ്യാർ. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമിയാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദറാണ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത ചോദ്യം, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഇതിൻ്റെ ആൻസർ ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവല്ല, ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനാണ്.
സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡായിട്ട് ബന്ധപ്പെട്ടതാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? ആൻസർ 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം D. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഈ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത ചോദ്യം, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഹരിതയാണ്. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നാണ് ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? 2ഉം 4ഉമാണ് ഐസോട്ടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ആറ്റോമിക നമ്പർ എപ്പോഴും താഴെയാണ് എഴുതുന്നത്. ആറ്റോമിക് നമ്പറുകൾ സെയിം ആയിട്ടുള്ള മൂലകങ്ങൾ. ഇവിടുത്തെ ആറ്റോമിക് നമ്പർ 1 അതുപോലെ ഇവിടെ 6 രണ്ടും സെയിം ആണ്. അതുകൊണ്ട് 2ഉം 4ഉം ഐസോട്ടോപ്പുകളാണ്. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ മോസ്ലി ആണ്, ഹെൻറി മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം? ആൻസർ 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? NaHCO3. ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യമാണ് mL²T⁻². ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ജലം തിളയ്ക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ജലത്തിനാണ് വിശിഷ്ട താപധാരിത കൂടുതലുള്ളത്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഇതിൻ്റെ ആൻസർ വൈദ്യുത കാന്തിക ബലമാണ്. ലാസ്റ്റ് ചോദ്യം, മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. അതിനുള്ള 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.